ജിം ട്രെയിനറായിട്ടുള്ള അജ്മലിന് നേരെ 2 യുവതികൾ കേസ് കൊടുത്തിരിക്കുകയാണ്. അവരെ പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും പറഞ്ഞാണ്. അതുപോലെ തന്നെ അതിലുള്ള ഒരു വിവാഹിതയായ ഒരു സ്ത്രീയുടെ കൈവശം നിന്ന് 5-6 ലക്ഷം രൂപ ഈ യുവാവ് വാങ്ങിച്ചു എന്നും കൂടെയാണ് പരാതിയിൽ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പീഡനമാകുന്നത്? ഈ ജിമ്മിൽ പോകുന്നവർ വർക്കൗട്ട് ചെയ്തിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ തിരിച്ചു വരണം. അതല്ലാതെ ഇയാളുടെ കൂട്ടത്തിൽ കൊടൈക്കനാലിലുമൊക്കെ ടൂറ് പോകുക. ജിമ്മിൽ എവിടെയാണ് ഇപ്പം കേൾക്കാത്ത ഒരു പതിവ് ആണ് ഈ ഒരു വാർത്ത. ജിമ്മിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീകളും അതുപോലെ തന്നെ ഈ ട്രെയിനറായിട്ടുള്ള ആളും കൂടെ കൊടൈക്കനാൽ ടൂറ് പോയി. കൊടൈക്കനാൽ ടൂറ് പോയപ്പോൾ വിവാഹ വാഗ്ദാനം നൽകുകയും ഇവർ ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തിയിൽ എങ്ങനെയാണ് ഒരാൾ മാത്രം കുറ്റക്കാരനാകുന്നത്? ഈ സ്ത്രീകളും പുരുഷനും കുറ്റക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ നിന്ന് പൈസ വായ്പ മേടിച്ചു. അപ്പോൾ അവളുടെ ഗൾഫിലുള്ള ഭർത്താവ് അയച്ചു കൊടുക്കുന്ന ആ പൈസയാണ് ഈ അജ്മൽ എന്ന് പറഞ്ഞ ഇയാൾക്ക് കടം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് തിരിച്ചു കിട്ടാതെ വന്നപ്പം അതും പരാതിയായി. അതോടൊപ്പം തന്നെ വിവാഹ വാഗ്ദാനം പൊളിഞ്ഞപ്പോൾ തേച്ചിട്ട് പോയപ്പോഴത്തേക്കിന് അത് പീഡനവുമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടം ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അതൊരു ട്രെൻഡിങ് ന്യൂസാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിവാഹ വാഗ്ദാനം ഒരു പുരുഷൻ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീയെ ശാരീരികമായിട്ട് അടുപ്പത്തിൽ ആവുകയും അതിനുശേഷം അവർക്ക് വേണ്ട എന്ന് വെക്കുമ്പോഴത്തേക്കിന് അത് പീഡനമായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഈ സ്ത്രീകളെയാണ് ആദ്യം കുറ്റക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരുഷനെ മാത്രം കുറ്റക്കാരായിട്ട് കാണാൻ പറ്റുകയില്ല. ഈ നിയമത്തിൻ്റെ മുമ്പിൽ ഇവർ 2 പേരും കുറ്റക്കാരാണെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.